2024 എന്നത് മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം അവിശ്വസനീയമായ ഒരു വർഷം തന്നെയായിരുന്നു. ഒരേ സമയം കലാമൂല്യവും വാണിജ്യ വിജയവും സമ്മാനിച്ച ഒരുപിടി ചിത്രങ്ങളാണ് മലയാള സിനിമയിൽ ഈ വർഷം പുറത്തിറങ്ങിയത്. ആദ്യമായി 200 കോടി ബോക്സ് ഓഫീസ് കളക്ഷൻ എന്ന നേട്ടം മലയാള സിനിമ കൈവരിച്ചതും ഈ വർഷം തന്നെയാണ്. ശ്രദ്ധേയമായ ബോക്സ് ഓഫീസ് കളക്ഷനോടൊപ്പം മികച്ച പ്രകടനങ്ങൾക്കും പ്രേക്ഷകർ സാക്ഷിയായി. അതേസമയം നടൻ എന്ന നിലയിൽ ബേസിൽ ജോസഫ് മിനിമം ഗ്യാരണ്ടി ഉള്ള ആളാണെന്ന് അടയാളപ്പെടുത്തിയ വർഷം കൂടിയാണ് കടന്നുപോയത്. അടുത്ത വീട്ടിലെ പയ്യൻ എന്ന ഇമേജ് അരക്കിട്ടുറപ്പിക്കാൻ ബേസിൽ ജോസഫിന് നന്നായി സാധിച്ചു. താരത്തിൻ്റെതായി പുറത്തിറങ്ങിയ 7 ചിത്രങ്ങളിൽ 6ഉം സൂപ്പർ ഹിറ്റായി എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു നേട്ടം. അടുത്ത കാലത്ത് ഒരു മലയാള നടന് ഈ നേട്ടം കൈവരിക്കുന്നത് ഇതാദ്യമായിട്ടാണ്. ജാനേമൻ എന്ന പടമായിരുന്നു ഈ വർഷം ബേസിലിൻ്റെതായി പുറത്തിറങ്ങിയ ആദ്യ ചിത്രം. പടം വലിയ ഹിറ്റായി. പിന്നാലെ എത്തിയ പാൾത്തു ജാൻവറും ഹിറ്റടിച്ചു. ശക്തമായ പ്രമേയവുമായി എത്തിയ ജയ് ജയ് ഹേ എന്ന മൂന്നാം ചിത്രം സൂപ്പർ ഹിറ്റാക്കി ബേസിൽ ജോസഫ് തന്റെ ഗ്യാരണ്ടി തെളിയിച്ചു. പിന്നീടെത്തിയ ഫാലിമിയും തിയേറ്ററുകളിലേക്ക് ആളെ തിരികെ കയറ്റി. ഗുരുവായൂർ അമ്പല നടയിൽ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായി മാറിയതോടെ താരമെന്ന നിലയിൽ ബേസിൽ വളർന്നു. വലിയ കൈയടി കിട്ടിയില്ലെങ്കിലും നുണക്കുഴിയും കളക്ഷനിൽ ഭേദപ്പെട്ടു നിന്നു. അവസാനം നായകനായി എത്തിയ സൂക്ഷ്മദർശിനിയും വിജയിപ്പിച്ച് ബേസിൽ ഈ വർഷം താരമൂല്യം അരക്കിട്ടുറപ്പിക്കുകയായിരുന്നു. ഇതിനിടെ എത്തിയ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളായ അജയന്റെ രണ്ടാം മോഷണം, വർഷങ്ങൾക്ക് ശേഷം, വാഴ എന്നീ ചിത്രങ്ങളിലും ബേസിൽ ജോസഫിന് ശ്രദ്ധേയമായ വേഷങ്ങൾ തന്നെ ലഭിച്ചിട്ടുണ്ട്. സൂക്ഷ്മദർശിനിയിലെ മാനുവൽ എന്ന നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രത്തെ നർമ്മം കലർത്തി വില്ലനായി അവതരിപ്പിച്ചത് പ്രേക്ഷകരുടെയും നിരൂപകരുടെയും കൈയടി നേടിക്കൊടുത്തു. ഗുരുവായൂർ അമ്പല നടയിൽ 90 കോടിയും സൂക്ഷ്മദർശിനി 50 കോടിയും നേടിയതോടെ 2024 ബോക്സ് ഓഫീസ് താരം എന്ന നേട്ടവും ബേസിലിനെ തേടിയെത്തി. ഇതിനിടെ ഇറങ്ങിയ കപ്പ് മാത്രമാണ് ബേസിലിന് നിരാശ സമ്മാനിച്ചത്. ഷോർട്ട് ഫിലിമിലൂടെ സിനിമയിലേക്ക് എത്തിയ ബേസിലിന് പക്ഷേ അഭിനയത്തെക്കാൾ ഇഷ്ടം സംവിധാനമാണ്. അഭിനയിച്ച പടങ്ങളെല്ലാം ഹിറ്റാക്കുന്ന ബേസിൽ സംവിധാനം ചെയ്ത 3 സിനിമകളും സൂപ്പർ ഹിറ്റായിരുന്നു എന്നത് മറ്റൊരു കൗതുകമാണ്. ഒരു അമർ ചിത്ര കഥയുടെ പാറ്റേൺ പോലെ ഇറങ്ങിയ കുഞ്ഞിരാമായണമായിരുന്നു ബേസിലിന്റെ ആദ്യ സംവിധാന സംരംഭം. നർമ്മത്തിന് പ്രാധാന്യം കൊടുത്ത ഈ ചിത്രം ഏറെ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു. പിന്നീട് ടൊവിനോ തോമസിനെ നായകനാക്കി ഗോദ എന്ന ചിത്രം എടുത്തു. ഇതും ബോക്സ് ഓഫീസിൽ വലിയ ചലനങ്ങൾ തന്നെയാണ് ഉണ്ടാക്കിയത്. മലയാളത്തിന് സ്വന്തമായൊരു സൂപ്പർ ഹീറോ ഇല്ല എന്ന പരാതി തീർത്തു കൊടുത്ത ചിത്രമായിരുന്നു അടുത്തത്. ടൊവിനോയെ തന്നെ നായകനാക്കി ഒരുക്കിയ മിന്നൽ മുരളി ആ വർഷത്തിലെ ഏറ്റവും വലിയ ഹിറ്റുകളിൽ ഒന്നായി മാറി. അങ്ങനെ തന്റെ മിനിമം ഗ്യാരണ്ടി തെളിയിച്ചിരിക്കുകയാണ് ബേസിൽ ജോസഫ് 2024 എന്ന വർഷത്തിൽ.